നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഇന്ത്യ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമാധാന നേതൃത്വം എന്ന വിഷയത്തിൽ നടന്ന തുറന്ന ചർച്ചയിലാണ് ഇന്ത്യയുടെ വിമർശനം. വർഷങ്ങളായുള്ള ജമ്മു കാശ്മീർ തർക്കങ്ങൾ സംബന്ധിച്ച പാക് വാദങ്ങൾ അനാവശ്യമാണെന്ന് ഇന്ത്യ പറഞ്ഞു. ലഡാക്ക് ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായാണ് നിലകൊള്ളുന്നത്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഇന്ത്യ പ്രതികരിച്ചു. ഇന്ത്യക്കെതിരായ ഭിന്നിപ്പും ശത്രുതാപരമായ അജണ്ടയും നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര വേദികൾ ദുരുപയോഗം ചെയ്യുന്ന പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ UNSC ഇന്ത്യയുടെ അതിശക്തമായ വിമർശനം സമാധാനത്തിനായുള്ള നേതൃത്വം എന്ന വിഷയത്തിൽ നടന്ന ഓപ്പൺ ഡിബേറ്റിൽ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ P. ഹരീഷ് പാകിസ്ഥാൻ ഉയർത്തിയ ജമ്മു കാശ്മീർ പരാമർശത്തെ അനാവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇത് പാകിസ്ഥാൻ ഇന്ത്യയെയും അവിടുത്തെ ജനങ്ങളെയും ദ്രോഹിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ പ്രതിഫലനമാണ് എന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. പാകിസ്ഥാന്റെ ജനാധിപത്യപരമായ യോഗ്യതകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രതിനിധി ഏറ്റവും വലിയ പരിഹാസം അഴിച്ചുവിട്ടത്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചത്, അന്നത്തെ ഭരണകക്ഷിയെ നിരോധിച്ചത്, ഉന്നത പ്രതിരോധ നേതൃത്വത്തിന് അസീം മുനീറിന് ആജീവാനന്ദ പ്രതിരോധ ശേഷി നൽകുന്നതിനായി ഭരണഘടനാ മാറ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ സൈന്യത്തിന്റെ പങ്ക്, ഇവ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അംബാസിഡർ ഹരീഷ് P. പാകിസ്ഥാനെ കണക്കിന് പരിഹസിച്ചു വിട്ടു. തീർച്ചയായും പാകിസ്ഥാന് അവരുടെ ജനങ്ങളുടെ ഇഷ്ടത്തെ ബഹുമാനിക്കുന്നതിൽ ഒരു സവിശേഷമായ രീതിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയിലും സൈനിക സ്ഥാപനത്തിന്റെ വലിയ പങ്കിലും ഇന്ത്യയുടെ ശ്രദ്ധ ആവർത്തിച്ചു പതിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ പരാമർശത്തിലൂടെ വ്യക്തമായത്. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ യോഗങ്ങളിലും വേദികളിലും തങ്ങളുടെ ഭിന്നിപ്പിക്കുന്ന അജണ്ട നടപ്പിലാക്കുന്നതിനായി ഈ അമിതമായ അഭിനിവേശം വളർത്തിയെടുക്കാൻ തെരഞ്ഞെടുക്കുന്ന ഒരംഗം അതിന്റെ നിയുക്ത ഉത്തരവാദിത്തങ്ങളും കടമകളും നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അതായത്, സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗമല്ലാത്തൊരു രാജ്യത്തിന് ബഹുരാഷ്ട്രവേദികളിൽ ഉഭയകക്ഷി പ്രശ്നങ്ങൾ ആവർത്തിച്ചുന്നയിക്കുന്നതിലൂടെ UN ചാർട്ടറിന് കീഴിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്നാണ് അംബാസിഡർ തുറന്നടിച്ചത്. ജമ്മു കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും അത് അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാൻ പാകിസ്ഥാന് അവകാശമില്ല എന്നുമുള്ള ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെ വീണ്ടും ആവർത്തിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പാകിസ്ഥാൻ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി ഹരീഷ് പർവതാനേനി അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിക്കുന്ന അജണ്ടയാണ് പാകിസ്ഥാൻ പിന്തുടരുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംഗമായ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഉത്തരവാദിത്തങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. ഉത്തരവാദിത്തങ്ങളും കടമകളും പാകിസ്ഥാൻ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കാനുമാവില്ല. ഇന്ത്യയെയും ജനങ്ങളെയും പാകിസ്ഥാൻ ദ്രോഹിക്കുന്നതിന്റെ തെളിവാണ് ഇന്നത്തെ തുറന്ന ചർച്ചയിൽ ജമ്മു കാശ്മീർ വിഷയത്തിലെ പാക് പരാമർശം. 2025 ഏപ്രിലിൽ നടന്ന പഹൽഗാം ആക്രമണം പാകിസ്ഥാൻ ഭീകരവാദം വളർത്തുന്നതിന്റെ തെളിവാണെന്ന് ഹരീഷ് പർവതാനേനി പറഞ്ഞു. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലെ പാകിസ്ഥാന്റെ ദീർഘകാല ചരിത്രം ഹരീഷ് പർവതാനേനി ഉയർത്തിക്കാട്ടി. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നടപടിയെക്കുറിച്ചും ഹരീഷ് വെളിപ്പെടുത്തി. 65 വർഷങ്ങൾ മുൻപാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെ ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുകയും യുദ്ധങ്ങൾ മെനയുകയും ചെയ്ത പാകിസ്ഥാൻ കരാറിന്റെ ആത്മാവിനെ തന്നെ ലംഘിക്കുകയാണ് ചെയ്യുന്നതെന്നും ഹരീഷ് പ്രതികരിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങളിൽ 10,000-കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2025 ഏപ്രിൽ പഹൽഗാമിൽ മതത്തിന്റെ പേരിൽ 26 നിരപരാധികളെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തെയും അദ്ദേഹം പരാമർശിച്ചു. ആയതിനാൽ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതായി ഹരീഷ് പർവതാനേനി അറിയിച്ചു. ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ വിശ്വസനീയമായും പിൻവലിക്കാനാകാത്ത വിധം അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവെക്കുമെന്ന് ഇന്ത്യ ഒടുവിൽ പ്രഖ്യാപിച്ചതും ഈ പശ്ചാത്തലത്തിൽ തന്നെ. പാകിസ്ഥാനിൽ തുടർച്ചയുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെയും ഇന്ത്യ വിമർശിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുന്നത് തുടരുമെന്ന് പ്രതിനിധി വ്യക്തമാക്കി. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 ഉറി, 2019 പുൽവാമ തുടങ്ങിയ ഭീകരാക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ അതിന്റെ എല്ലാ രൂപങ്ങളിലും പ്രകടനങ്ങളിലും ഇന്ത്യ അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നേരിടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ നിയുക്ത ഭീകരർക്ക് അഭയം നൽകുന്ന പാകിസ്ഥാന്റെ നടപടിയെയും ഇന്ത്യ വിമർശിച്ചു. ജനാധിപത്യ ഇച്ഛാശക്തിയെ പാകിസ്ഥാൻ അടിച്ചമർത്തുകയാണെന്ന് ഹരീഷ് പർവതാനേനി അഭിപ്രായപ്പെട്ടു.
മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ തുറുങ്കിലടയ്ക്കുക, ഭരണകക്ഷിയെ നിരോധിക്കുക, ഭരണഘടന അട്ടിമറിക്ക് പദ്ധതിയിടുക തുടങ്ങിയ പാകിസ്ഥാനിലെ സംഭവവികാസങ്ങളെക്കുറിച്ചും ഹരീഷ് പർവതാനേനി സംസാരിച്ചു. 80ാമത് UN ദിനത്തിൽ സംഘടിപ്പിച്ച ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ സംവാദത്തിലും ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും അനുസൃതമായാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ മൗലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നതെന്നും ഇത് പാകിസ്ഥാന് പരിചയമില്ലാത്ത ആശയമാണെന്നും ഹരീഷ് പർവതാനേനി അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. സിംല കരാറും ലാഹോർ പ്രഖ്യാപനവും അനുസരിച്ച് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട കാശ്മീർ വിഷയം ലോകവേദികളിൽ പതിവായി ഉന്നയിച്ച് ഭീകരവാദത്തിൽ നിന്നും സ്വന്തം രാജ്യത്തെ ജനാധിപത്യ തകർച്ചയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യയുടെ ഈ ശക്തമായ പ്രതികരണം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇമ്രാൻഖാന്റെ ജയിൽവാസം മുതൽ സൈനിക മേധാവിക്ക് നൽകിയ പ്രതിരോധ ശേഷി വരെ ചൂണ്ടിക്കാട്ടിയുള്ള ഇന്ത്യയുടെ പരിഹാസം ലോകവേദിയിൽ പാകിസ്ഥാന്റെ ഭരണകൂട തന്ത്രങ്ങളുടെ മുഖംമൂടി അഴിച്ചുമാറ്റി എന്നത് എന്തായാലും പറയാതെ വയ്യ. മലയാളി വാർത്ത പ്ലസ്.